ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ബാത്റൂമിൽ വരുന്ന ലീക്കാണ്. അതായത് ബാത്റൂമിൽ വരുന്ന ലീക്ക് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പ്ലംബിങ്ങിൻ്റെ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒഴിവാക്കാമെന്നും എങ്ങനെയൊക്കെ ചെയ്താലാണ് അത്യാവശ്യം ലീക്കുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന പ്ലംബിംഗ് ആണ് ഈ കാണുന്നത്. അതായത് താഴത്തെ ബേസ്മെൻറ്റ് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. മുകളിലത്തെ ബേസ്മെൻറ്റ് നമ്മൾ ഈ ലീക്കുമായിട്ട് അധികം ബന്ധങ്ങൾ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് താഴത്താണ് കൂടുതൽ ലീക്ക് കാര്യങ്ങൾ വരുന്നത്. ഈ ലീക്ക് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ, അതായത് നമ്മുടെ 2 നില വീടാണെങ്കിൽ മുകളിലത്തെ നിലയിൽ കാണുന്ന ബാത്റൂമിൻ്റെ അടിവശത്തായിരിക്കും നമുക്കിതുപോലെ ലീക്ക് കാണാൻ സാധിക്കുന്നത്. ലീക്ക് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ താഴത്ത് നനവ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ബാത്റൂമിൻ്റെ തൊട്ട് താഴെ വരുന്ന വാർക്കകളിൽ നനവ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മാക്സിമം ഇത് ഒഴിവാക്കി എടുക്കാൻ സാധിക്കും. ആദ്യമേ തന്നെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഈ ബാത്റൂമിൻ്റെ ഹൈറ്റ് നിങ്ങൾ കണ്ടോ. ഓരോ PVC പൈപ്പ് നമ്മൾ ഇടുമ്പോൾ 4 ഇഞ്ച് PVC പൈപ്പ് ഇടുകയാണെങ്കിൽ 4 ഇഞ്ച് മിനിമം അത് കവർ ചെയ്ത് പോകും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു 2 ഇഞ്ച് കനം കൂടി വന്ന് ഗ്രാനൈറ്റ് അല്ലെങ്കിൽ ടൈൽ ഒട്ടിക്കാനും ടൈലിൻ്റെ ഇത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ട്രാപ്പ് കൊടുക്കുന്നുണ്ട്, കോർണറിൽ നമ്മൾ ട്രാപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവറേജ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 7 ഇഞ്ചോളം ഹൈറ്റ് വരുന്നുണ്ട്. അതായത് 4 ഇഞ്ചാണെങ്കിൽ 4 ഇഞ്ചിൻ്റെ പൈപ്പ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു 2 ഇഞ്ച് നമ്മൾ കൊടുക്കാൻ പോകുന്ന നമ്മുടെ ഗ്രാനൈറ്റ് അല്ലെങ്കിൽ ടൈലിൻ്റെ കനം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കനമാണ് നോർമലി വരുന്നത്. അത്രയും കനം വരുന്ന സമയത്ത് ഒരു 7 ഇഞ്ചോളം ആവറേജ് കനം വരുന്നുണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾ. ആവറേജ് കനം എന്തായാലും വരുന്നുണ്ട്, അതായത് ഒരു ബാത്റൂമിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അത്രയും തന്നെ പൊക്കത്തിലാണ് നമ്മൾ കോൺക്രീറ്റ് ഇട്ട് ടൈറ്റ് ചെയ്യുന്നത്. ഈ പൈപ്പുകളെല്ലാം മൂടി പോകാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ഇട്ട് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കോൺക്രീറ്റിൻ്റെ മുകളിലാണ് നമ്മൾ ടൈല് കാര്യങ്ങൾ വിരിക്കുന്നത്. അപ്പോൾ ഈ ടൈല് വിരിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ രീതി അനുസരിച്ചിട്ടാണ് അപ്പോക്സി വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ലീക്ക് ഒഴിവാക്കിയെടുക്കാം. അതല്ല പണ്ടത്തെ രീതിയിലുള്ള സെറാമിക്കിൻ്റെ അതുപോലെ തന്നെ ടൈലുകൾ അടുപ്പിച്ച് വെച്ചിട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഓരോ ടൈലിൻ്റെ ഗ്യാപ്പിലൂടെ നമ്മൾ ഫില്ലർ കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ടൈൽ ഫില്ലർ കാര്യങ്ങൾ ഇടുന്നുണ്ടെങ്കിലും കാലപ്പഴക്കം വരുന്ന സമയത്ത് ഈ ടൈൽ ഫില്ലർ പൊളിഞ്ഞു പോയിട്ട് ആ ഗ്യാപ്പിലൂടെ വെള്ളം താഴേക്ക് ഇറങ്ങും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 7 ഇഞ്ച് 8 ഇഞ്ച് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ കോൺക്രീറ്റ് പതുക്കെ മൊത്തം നനയാനുള്ള ചാൻസസ് ഉണ്ട്. ഈ കോൺക്രീറ്റുകൾ മൊത്തം നനഞ്ഞതിന് ശേഷം അത് വേറെ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അതായത് ഈ കോൺക്രീറ്റിൽ വരുന്ന നനവ് ഒരിക്കലും പുറത്തേക്ക് പോകാനുള്ള ഓപ്ഷൻ നമ്മൾ ഇട്ടിട്ടില്ലെങ്കിൽ ആ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അത് ഓൾറെഡി ആ നനവോടെ നിൽക്കും. ഈ നനവാണ് പതുക്കെ നമ്മുടെ ബാത്റൂമിൻ്റെ താഴെയായിട്ട് നമുക്ക് നമ്മൾ നിൽക്കുന്ന നനവ് പതുക്കെ ബാത്റൂമിൻ്റെ താഴെ നമുക്ക് നമ്മുടെ വാർക്ക നനയുന്നതായിട്ട് ഫീൽ ചെയ്യും. കാരണം വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്, ആ വെള്ളം പോകാൻ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതായത് വാർക്കയിൽ കുടിച്ചിരിക്കുന്ന വെള്ളം ഉറക്കും പോകാനായിട്ട് ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം 1-2 ഓപ്ഷനുകളുണ്ട്. മെയിനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന 4 ഇഞ്ചും 2 ഇഞ്ചും ഒരു ഔട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് എന്ന് പറയുന്നത് ക്ലോസറ്റിൻ്റെ ഔട്ട്, 2 ഇഞ്ച് നമ്മുടെ ട്രാപ്പിൻ്റെ ഔട്ട് പൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 പൈപ്പുകൾ കൂടാതെ എക്സ്ട്രാ ഒരു 3/4 ഇഞ്ച് പൈപ്പോ അല്ലെങ്കിൽ ഒരു 1 ഇഞ്ച് പൈപ്പോ നമ്മൾ ഈ വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു പൈപ്പ് കൂടി നമ്മൾ കൊടുക്കണം. അത് വേറെ ഒന്നുമല്ല, വേറെ എങ്ങും കണക്ട് ചെയ്യേണ്ട. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എവിടെയാണോ നമ്മൾ ഹോൾ ഇട്ടിരിക്കുന്നത് ആ ഹോളിൽ നിന്നും പുറത്തേക്ക് ബാത്റൂമിൻ്റെ അകത്ത്, ഇപ്പോൾ ഈ ബാത്റൂമിൻ്റെ അകത്ത് നിന്നുള്ള വെള്ളം പുറത്തേക്ക് കിനിഞ്ഞ് വരുന്ന വെള്ളം പുറത്തേക്ക് പോകാനായിട്ട് ഒരു ഓപ്ഷൻ ഇടണം. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. എങ്ങനെ ഇടേണ്ടത് ഞാൻ ജസ്റ്റ് നിങ്ങളത് കാണിച്ചു തരാം. ഇത് കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് 4 ഇഞ്ച് പൈപ്പ് നമ്മളോട് കൊടുത്തു, അത് കഴിഞ്ഞ് 2 ഇഞ്ച് പൈപ്പ് കൊടുത്തു. 4 ഇഞ്ച് നമ്മൾ പറഞ്ഞു ക്ലോസറ്റിലെ പൈപ്പ്, 2 ഇഞ്ച് പൈപ്പ് നമ്മൾ കുളിക്കുന്ന വെള്ളം പോകാനുള്ള ട്രാപ്പിലെ പൈപ്പ്. അത് കഴിഞ്ഞിട്ട് ഒരു 3/4 ഇഞ്ച് പൈപ്പ് കണ്ടോ. ഇത് വെറുതെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ 2 പൈപ്പിൻ്റെ ഗ്യാപ്പിൽ വെറുതെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ചെറിയ ഗ്രൂവും കാര്യങ്ങളും ഉണ്ടാക്കിയതിന് ശേഷം കൊടുക്കും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ട് ടൈൽ ഫില്ലർ കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്ന വെള്ളം ഈ പൈപ്പിലൂടെ നിങ്ങൾക്ക് പുറത്തേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും നമ്മളിത് കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ടൈൽ നനഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കോൺക്രീറ്റ് നനഞ്ഞിട്ട് വരുന്ന ആ വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോകും. അത് ഓവർഫ്ലോ വരുന്ന പൈപ്പാണ് വരുന്നത്. ഓവർഫ്ലോ പൈപ്പ് എന്നുള്ള രീതിയിൽ വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റിൻ്റെ അടി, അതായത് നമ്മുടെ പൈപ്പിൻ്റെ ഏറ്റവും താഴെയാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ഏറ്റവും താഴെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ അത് ഒരു ഓപ്ഷൻ കൂടി കൊടുക്കാം. വീണ്ടും വേണമെങ്കിൽ ഈ ഓവർഫ്ലോ പൈപ്പ് ഒരെണ്ണം കൂടി നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ ടൈൽ ഒട്ടിക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെ 2 ഓവർഫ്ലോ പൈപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ട് ഇരിക്കും. വേറെ ഒന്നുമല്ല, ആ വെള്ളം ഇറങ്ങുന്നത് അപ്പോൾ തന്നെ, ഇറങ്ങിപ്പോകുന്ന വെള്ളം അപ്പോൾ തന്നെ പുറത്തേക്ക് പോകാൻ സഹായിക്കുന്നതായിരിക്കും. പിന്നെ രണ്ടാമത് വരുന്നൊരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന
അപ്പോക്സി വർക്കാണ്. അപ്പോക്സി വർക്ക് വളരെ നല്ലൊരു മെത്തേഡ് എന്ന് പറയാം. ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോക്സി വന്നിരിക്കുന്നത്. അപ്പോക്സി വർക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നതായിരിക്കുന്നു. 2 ടൈലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഏകദേശം ഒരു 2 mm 3 mm ഗ്യാപ്പ്, അതിന് ഫില്ലർ ഉണ്ട്. അതായത് ഗ്യാപ്പ് ഫില്ലർ ഉണ്ട്. ആ ഗ്യാപ്പ് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം, അതായത് ഒരു ടൈല് മറ്റൊരു ടൈലിന് തമ്മിലും ടച്ചിങ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽസ്, പ്ലാസ്റ്റിക്കിൻ്റെ അപ്പോക്സിയുടെ അദസീവ് മെറ്റീരിയൽസാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഈ ടൈലുകളുടെ ഗ്യാപ്പിലൂടെയുള്ള വെള്ളം താഴേക്ക് ഇറങ്ങുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അപ്പോക്സി വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു 90% നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ലീക്ക് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാട്ടർ പ്രൂഫിങ്ങും ചെയ്യണം. നമ്മൾ ബാത്റൂം ചെയ്യുന്ന സമയത്ത് വാട്ടർ പ്രൂഫിങ് എക്സ്പെർട്ട് ആയിട്ടുള്ള വാട്ടർ രീതിയിൽ വേണം വാട്ടർ പ്രൂഫിങ് ചെയ്യാനായിട്ട്. വാട്ടർ പ്രൂഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കോൺക്രീറ്റിങ് ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വെള്ളം താഴേക്ക് ഇറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. വാട്ടർ പ്രൂഫിങ് ചെയ്യുകയാണെങ്കിൽ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് അത്രയും വെള്ളം താഴേക്ക് ഇരിക്കുകയോ അത് നമ്മൾ എന്തെങ്കിലും ഓപ്ഷൻ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നേരെ പുറത്തേക്ക് പോകാനുള്ള ഓപ്ഷനല്ല. അത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം താഴേക്ക് ഇരിക്കില്ല. അത് പല രീതിയിലുള്ള മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഡോക്ടർ ഫിക്സിറ്റ് അതുപോലെയുള്ള പല പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ അത് എക്സ്പെർട്ടുകളായ രീതിയിൽ തന്നെ ചെയ്യുന്ന പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ടീമുകളുണ്ട്. വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ടീമുകളുണ്ട്. ഇനി അതിനെക്കുറിച്ചിട്ട് വാട്ടർ പ്രൂഫിനെ കുറിച്ച് അറിയുന്ന എങ്ങനെ ചെയ്യണമെന്ന് ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത് നമുക്ക് വേറെ ഒന്നുമില്ല, നമ്മൾ വാട്ടർ പ്രൂഫ് നമ്മൾ ബാത്റൂം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ മൊത്തം രീതിയിൽ ഇപ്പോൾ വീടിൻ്റെ മൊത്തം നനവ് കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്ന സമയത്ത് മെയിൻ ആളുകൾ ചെയ്യുന്നത് വെച്ചാൽ ഡ്രസ് വർക്കാണ് ചെയ്യുന്നത്. അതല്ലാത്ത രീതിയിൽ വാട്ടർ പ്രൂഫിങ് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ടൊരു രീതിയിലും ചെയ്തു വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞു താഴത്തെ ഫ്ലോറിൻ്റെ നനവാണ് നമ്മൾ പറഞ്ഞത്. ഇനി മുകളിലത്തെ അതായത് പൈപ്പിൻ്റെ വെള്ളത്തിൻ്റെ മുകളിലത്തെ ലെവലിൽ ഇതുപോലെ തന്നെ ലീക്ക് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസസ് കൂടുതലാണ്. അതും ഇതുപോലെ തന്നെ നമ്മൾ കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് സൈഡിലൂടെ വെള്ളം തെറിച്ച് ഈ പറഞ്ഞ രീതിയിൽ സൈഡിലെ ഭിത്തിയുടെ വാളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈലിൻ്റെ ഗ്യാപ്പ് ഉള്ളിലൂടെ പുറം ഭിത്തിക്ക് എവിടെയാണോ വരുന്നത്, റൂമിന് പുറം ഭിത്തിയാണെങ്കിൽ പുറം ഭിത്തി ഇവിടെയും ഇതുപോലെ തന്നെ ലീക്ക് കാര്യങ്ങൾ കാണുന്നുണ്ട്. അവിടെയും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യുകയാണെങ്കിൽ, അതായത് ബാത്റൂമിൻ്റെ അത്യാവശ്യം വാട്ടർ പ്രൂഫിങ് ചെയ്യുകയാണെങ്കിൽ ഒരു ലെവൽ വരെ വാട്ടർ പ്രൂഫിങ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു പരിധി വരെ നമുക്ക് തടുക്കാൻ പറ്റും. പിന്നെ ഒരു വേറെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോക്സി വർക്ക് നമ്മുടെ താഴത്ത് മാത്രമല്ല ഫ്ലോറിൽ മാത്രമല്ല നമ്മുടെ ഭിത്തിയുടെ സൈഡുകളിൽ അപ്പോക്സി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ സാധിക്കും. ടൈൽ ഫില്ലർ, പണ്ടത്തെ രീതിയിലുള്ള ടൈൽ ഫില്ലർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് അത് പൊളിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ പൊളിഞ്ഞു പോയ ആ ഗ്യാപ്പിലൂടെയാണ് വെള്ളം സിമ്പിളായിട്ട് എല്ലാ ഏരിയയിലേക്കും സ്പ്രെഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ നനവ് വന്നതിന് ശേഷമായിരിക്കും നമ്മളിത് കാണാൻ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം എത്തേണ്ട സ്ഥലങ്ങളിലെല്ലാം വെള്ളം എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന താഴെ നിന്ന് മുകളിലാണെങ്കിലും എങ്ങനെ നനവ് വരുന്നതെന്നും അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പിന്നെ തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ഇത് ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക്, ഇപ്പോൾ പുതിയ വീഡിയോ വയ്ക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു 80% ആളുകളും നല്ലൊരു ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും വീട് വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നതിന് ശേഷം നമ്മൾ ആ സോൾവ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ നമുക്ക് വരാതെ എങ്ങനെ സൂക്ഷിക്കാമെന്ന് നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ മാക്സിമം ഒന്നും ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും അതുപോലുള്ള ആളുകളുടെ ഇടയിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.